നമ്മുടെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIRൽ സിറോ മലബാർ സഭാംഗങ്ങൾ എല്ലാവരും പങ്കുചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ഇടയിൽ പ്രായമായവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുമായി അനേകം കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം എന്യൂമറേഷൻ ഫോം ലഭിച്ചതായും അത് പൂരിപ്പിച്ച് യഥാസമയം തിരികെ നൽകുന്നതായും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വേണമെങ്കിൽ ഇടവക തലത്തിൽ തന്നെ ചെയ്യണമെന്നാണ് സിറോ മലബാർ സഭയുടെ PRO ഫാദർ ടോം ഒലിക്കലോട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ AKCCS, MYM തുടങ്ങിയ സംഘടനകൾ സജീവമായി ഇടപെടുന്നതിന് ആഹ്വാനം ചെയ്യുകയാണ് സഭ. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടികൾ പുരോഗമിക്കുന്നതെന്ന് ഏവർക്കും അറിയാം. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട് ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ വോട്ടർ ആയിരിക്കുന്നവർക്ക് താരതമ്യേന എളുപ്പത്തിൽ ആ എന്യൂമറേഷൻ ഫോം വിവരങ്ങൾ ചേർത്ത് കൊടുക്കാൻ സാധിക്കും. എന്നാൽ 2002 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ 2002 പട്ടികയിൽ നിന്നും തങ്ങളുടെ മാതാപിതാക്കളുടെ വോട്ടർ പട്ടിക വിവരങ്ങൾ കണ്ടെത്തി തന്നിരിക്കുന്ന SIR ഫോമിൽ ചേർക്കുക. അതുപോലെ തന്നെ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർ വിവാഹം കഴിച്ചോ താമസം മാറിയോ പുതിയ സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ സ്ഥലത്തെ തങ്ങളുടെ വോട്ടർ പട്ടിക വിവരങ്ങൾ ഫോമിൽ ചേർത്ത് നൽകണം. 2002 വോട്ടർ പട്ടിക co.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വ്യക്തമായി ലഭ്യമാണ്. പ്രത്യേകമായി കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പ്രവാസികളെ കഴിയുന്ന കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, നിലവിലുള്ള കുടുംബാംഗങ്ങളുടെ നാട്ടിലില്ലാത്തവർ, കുടുംബത്തോടെ നാട്ടിലില്ലാത്തവർ, ചെറുപ്പത്തിലെ നാട്ടിൽ നിന്ന് മിഷണറിമാരായി പോയിട്ടുള്ള വൈദികർ, സന്യസ്തർ എന്നിവരുടെ പേരുകളും അവർ ഇന്ത്യൻ പൗരത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ SIRൽ ആ ഫോമിൽ ചേർക്കണം. ഇതിനായി അവരുടെ കുടുംബാംഗങ്ങളും രക്തബന്ധത്തിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. SIR ഫോം ഓൺലൈനായി പൂരിപ്പിച്ച് നൽകാനും ഇപ്പോൾ സൗകര്യമുണ്ട്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. 2005 ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പേരില്ലാത്ത 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും നിർബന്ധമായും പേര് ചേർക്കാനും ഒരു സഭാംഗം എന്ന നിലയിൽ അഭിമാനത്തോടെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനും ശ്രദ്ധിക്കണം.